ഈ CPM വിടുമെന്നൊരു അഭ്യൂഹം തള്ളുകയാണ് KT ജലീൽ. ചെങ്കടി വിട്ടൊരു രാഷ്ട്രീയമില്ലെന്നും തല പോയാലും വിശ്വസിച്ചവരെ വഞ്ചിക്കില്ല എന്നുമാണ് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസംബന്ധമാണ്. അവസാനം വരെ പിണറായി വിജയൻ പാർട്ടിക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കും. പാർട്ടി തെറ്റുകൾ തിരുത്തുമെന്നും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കുമെന്നുമാണ് KT ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സോണൽ കൃഷിയാണ് ചെയ്തത്. സോണൽ, തോൽവിക്ക് പിന്നാലെയാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നത്, ചർച്ചകളൊക്കെ നടന്നത്. എന്തായാലും അഭ്യൂഹങ്ങളൊക്കെ തള്ളുകയാണ് KT ജലീൽ. തീർച്ചയായിട്ടും തവനൂരിലെ തോൽവിക്ക് ശേഷം KT ജലീൽ പാർട്ടി വിടും എന്നുള്ളൊരു വലിയ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിലൊരു വിശദീകരണമായി KT ജലീൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെല്ലാം അസംബന്ധങ്ങളാണ്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി പാർട്ടിക്കൊപ്പം തുടരും എന്ന് തന്നെയാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് തല പോയാലും വിശ്വസിച്ചവരെ വഞ്ചിക്കില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത് പാർട്ടി തെറ്റുകൾ തിരുത്തും, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും KT ജലീൽ കുറിച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. അവസാനം വരെ പഴശ്ശിക്കൊപ്പം നിന്ന ഉണ്ണിമൂസയുടെയും പിന്മുറക്കാരനായ സഖാവ് പിണറായിക്കൊപ്പം, അതായത് പിണറായിക്കൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടാണ് KT ജലീൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പഴശ്ശിരാജ യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവിടെ പട തോറ്റുപോകുന്ന സമയത്തും ഉണ്ണിമൂസ കൂടെ നിന്നിട്ടുണ്ട്. ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് KT ജലീൽ ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുന്നു ഈ തോൽവിയിലും, അതുകൊണ്ട് പാർട്ടി വിടുന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് തന്നെ നിൽക്കും എന്നാണ് KT ജലീൽ പറയുന്നത്. ആ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ വലിയ ആക്റ്റീവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. സോണൽ കൃഷ്ണ വിശദാംശങ്ങൾ നൽകിയായിരുന്നു തിരൂരിൽ.